ഓക്കെ, നമുക്കപ്പോൾ ഇന്ന് ഫ്രീ ബോഡി ഡയഗ്രത്തിൻ്റെ വേറൊരു പ്രോബ്ലം കൂടെ നോക്കാം. ഇപ്പം നമ്മളിത് മൂന്നാമത്തെ പ്രോബ്ലമാണ് ചെയ്യുന്നത്. ഒരു ഹോംവർക്ക് ഞാൻ തന്നിട്ടുണ്ട്. ഇത് ഇച്ചിരി ടഫാണ്, അതുകൊണ്ടാണ് ഒത്തിരി പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഇതുവരെ ചെയ്തതിലേക്കും ഏറ്റവും ടഫ് ക്വസ്റ്റ്യൻ ഇതാണ്. ടഫ് മീൻസ് ആംഗിൾ കണ്ടുപിടിക്കാനുള്ള പ്രശ്നമേ ഉള്ളൂ, ബാക്കിയൊന്നും കുഴപ്പമുള്ള കാര്യമല്ല. ഓക്കെ, എന്തായാലും ക്വസ്റ്റ്യൻ നോക്കാം. 2 cylinders A and B rest as shown in the figure. A has a diameter of 10 cm and weight of 15 Newton. B has a diameter of 80 cm and weight of 45 Newton. Determine the pressure at the all point of contact. In the figure തന്നിട്ടുണ്ട്, ഇതിൻ്റെ പ്രഷർ കണ്ടുപിടിക്കാനാണ്. പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഇവിടെ വരുന്നുണ്ട്, രണ്ടും സിലിണ്ടർ തമ്മിൽ ഇവിടെ വരുന്നുണ്ട്, ഇവിടെയും ഇവിടെയും. അപ്പം 1 2 3 4 ടോട്ടൽ 4 പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഉണ്ട്. അവിടുത്തെ എല്ലാം റിയാക്ഷൻസ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. പിന്നെ തന്നിരിക്കുന്ന ഒരു എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 60 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇൻക്ലൈൻഡ് സർഫസ് മേക്ക് ചെയ്തിരിക്കുന്ന 60 ഡിഗ്രി. പിന്നെ ഇതിൻ്റെ ലെങ്തും തന്നിട്ടുണ്ട്, ഹൊറിസോണ്ടലിൻ്റെ ലെങ്ത് 18 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇത്രയാണ് തന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ എല്ലാ പ്രോബ്ലത്തിലും ചെയ്യുന്ന പോലെ ഫസ്റ്റ് എന്ത് ചെയ്യും? ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കും. ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കും. അതാണ് ഞാനിവിടെ വരച്ചിട്ടിരിക്കുന്നത്. നോക്കാം, 2 സിലിണ്ടർ കാണിച്ചിട്ടുണ്ട്. രണ്ടിനും സെൽഫ് വെയിറ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആദ്യത്തെ സിലിണ്ടറിന് 15 ന്യൂട്ടൺ ഉണ്ട്, ഇതിന് 45 ന്യൂട്ടൺ ഉണ്ട്. ഇവിടെ റിയാക്ഷൻ ഉണ്ട്, അതിന് നമ്മൾ 6 എന്ന് കൊടുത്തു. ഇവിടെ അടുത്ത റിയാക്ഷൻ ഉണ്ട്, അതിന് RB എന്ന് കൊടുത്തു. ഓക്കെ, ഈ രണ്ടിനും 6 RB എന്ന് കൊടുത്തു. പിന്നെ ഞാൻ ഇത് ബേസുമായിട്ട് മേക്ക് ചെയ്യുന്നതിന് R1 എന്നും ഈ 2 സിലിണ്ടർ തമ്മിലുള്ളതിന് R2 എന്നും കൊടുത്തു. നിങ്ങൾക്ക് ഇത് ഇഷ്ടമുള്ള റിയാക്ഷൻസ് പേരൊക്കെ കൊടുക്കാം കേട്ടോ, ഞാനങ്ങ് കൊടുത്തു എന്നുള്ളൂ. ഇങ്ങനെ ഇപ്പം RA ഉണ്ട്, RB ഉണ്ട്, R1 ഉണ്ട്, R2 ഉണ്ട്. ഇങ്ങനെയാണ് ഞാൻ 4 റിയാക്ഷൻസ് കൊടുത്തിരിക്കുന്നത്. ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുന്ന അറിയാമല്ലോ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ആദ്യം നമ്മൾ ഏതെങ്കിലും ഒരു സിലിണ്ടർ എടുത്ത് അതിനെ റിസോൾവ് ചെയ്ത് അവിടെയുള്ള ഫോഴ്സസ് കണ്ടുപിടിക്കും. അങ്ങനെയാണല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് അപ്പർ സിലിണ്ടർ തന്നെ എടുക്കാം. ഓക്കെ, അതിനു മുമ്പായിട്ട് ഇതിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ ഈ സർക്കിളെല്ലാം മാറ്റിയിട്ട് ഈ ഫോഴ്സസ് മാത്രം കൊണ്ടൊരു ചെറിയൊരു ഡയഗ്രാം വരയ്ക്കും. എന്തിനാണെന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ കണ്ടുപിടിക്കാനാണ്. ഓക്കെ, ഇതിൽ തന്നെ വരയ്ക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ഞാൻ ഈ സർക്കിൾ മാറ്റിയത് ആ കൺഫ്യൂഷൻ ഒന്ന് മാറ്റാൻ വേണ്ടിയാണ്, അല്ലെ എല്ലാം കൂടെ കിടന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ഓക്കെ, അതുവേണ്ടി ഞാൻ എന്ത് ചെയ്യും? ഓക്കെ, സർക്കിൾ മാറ്റിയിട്ട് അല്ലാത്ത ഫോഴ്സസ് മാത്രം വരയ്ക്കാം. ഓക്കെ, ഇപ്പം എന്തൊക്കെയുണ്ട്? ആദ്യം ഇവിടെ ബേസ് ഉണ്ട്, ബേസ് ഉണ്ട്. ഓക്കെ, കാണുന്നുണ്ടല്ലോ, ബേസ് വരച്ചു. ഈ ഫിഗറും കാണുന്നുണ്ടല്ലോ, ഇത് വെച്ചാണ് വരയ്ക്കണേ. ബേസ് വരച്ചു. പിന്നെ ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട്, ഇങ്ങനെ സർഫസ് ഉണ്ട്. ഓക്കെ, അടുത്തത് എന്താണ്? 2 OAയും O2 എന്നും കൊടുക്കുക. നമ്മൾ ഈ 2 സർക്കിളിൻ്റെ സെൻറ്റേഴ്സ് ഉണ്ടല്ലോ, അതിന് നമ്മൾ O2 എന്നും OA എന്നും കൊടുക്കാം. ഓക്കെ, ആ 2 സെൻറ്ററൂടെ ജോയിൻ ചെയ്യാം. ഇത് O2 എന്ന് കൊടുത്തു, ഇത് O1. അത് 2 സർക്കിളിൻ്റെ സെൻറ്ററാണ്. പിന്നെ നമ്മൾ ഈ റിയാക്ഷൻ ഇങ്ങോട്ട് വരയ്ക്കുന്നു. ഓക്കെ, ഈ റിയാക്ഷൻ ഇങ്ങോട്ടുണ്ട്. ഇതിൽ പെർപെൻഡിക്കുലറാണ് ഫോഴ്സ് വരുന്നത്. റിയാക്ഷൻ അങ്ങോട്ടുണ്ട്. പിന്നെ ഇത് താഴോട്ടുണ്ട്, അത് വരച്ച്. ഓക്കെ, ഇത്രയും നമ്മൾ ഈ ഫോഴ്സ് ഉള്ളത് തന്നെയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പോയിന്റിൽ നിന്നും താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും, ഇതിന് ഈ സെൻറ്ററിൽ നിന്ന് ലെഫ്റ്റിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. അതൊക്കെ ചെയ്യാൻ പോകുന്നത്. ഇത് എന്തിനാണെന്ന് പറഞ്ഞാൽ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എക്സ്റ്റെൻഡ് ചെയ്തു, ഇതിനെയും എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ,
ഇനി നമ്മളിതിനൊരു പോയിന്റ് കൊടുക്കാം. ഈ ആംഗിള് തീറ്റയായിട്ട് കൊടുത്തു, ഈ ആംഗിള് ബീറ്റയായിട്ട് കൊടുത്തു. ഇതെന്തിനാന്ന് പറഞ്ഞുതരാം. ഇനി നമുക്കിതിനൊരു പേര് കൊടുക്കാം. ഇതിന് നമ്മളൊരു എ കൊടുത്തു, then it is B, then C, D. Okay. ഇനി ഏതൊക്കെയാണ്? ഇവിടെ G കൊടുത്ത്, ഇവിടെ H, ഇവിടെ I, ഇവിടെ J. ഇങ്ങനെ എല്ലാ പോയിന്റിനും നമ്മൾ ഒരു നെയിം കൊടുത്ത് ഡിനോട്ട് ചെയ്തു. ഓക്കെ. ഇനി നമ്മൾ നോക്കുക. ഇനി നമ്മൾ റിസോൾവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഈ ഫോഴ്സിനെ റിസോൾവ് ചെയ്യണമല്ലോ. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ R2 എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. ഓക്കെ. ഈ R2വിന് വേണ്ടി നമ്മൾ അപ്പർ സിലിണ്ടർ എടുത്ത് നോക്കിയാൽ എന്തൊക്കെ ഫോഴ്സുകളാണ് അവിടെ വരാൻ പോകുന്നതെന്ന്. അപ്പർ സിലിണ്ടർ എടുക്കുമ്പോൾ അവിടെ എന്തൊക്കെ വരും? സിഗ്മ എഫ് എക്സും സിഗ്മ എഫ് ഐയും എടുക്കുമ്പോൾ എന്തൊക്കെ വരുമെന്നാണ് നമ്മൾ നോക്കാൻ പറ്റില്ല. സിഗ്മ എഫ് എക്സ് എടുക്കുമ്പോൾ ഹൊറിസോണ്ടലായിട്ട് ഏതൊക്കെ ഫോഴ്സ് ഉണ്ട്? ഇവിടെ RI ഉണ്ട്. പിന്നെ നമ്മൾ ഈ R2വിനെ റിസോൾവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഹൊറിസോണ്ടലും വരും. കറക്റ്റ് അല്ലേ? സിഗ്മ എഫ് എക്സ് എടുക്കുമ്പോൾ RIയും വരും, പിന്നെ R2വിൻ്റെ ഹൊറിസോണ്ടലും വരും. ഓക്കെ. സിഗ്മ എഫ് ഐ എടുക്കുമ്പോൾ ഈ ക്യൂവും വരും, പിന്നെ ഈ R2വിൻ്റെ വെർട്ടിക്കലും വരും. കറക്റ്റ് അല്ലേ? അപ്പോൾ ഇതിന് ഈ R2വിനെ റിസോൾവ് ചെയ്യാൻ വേണ്ടി ഈ ആംഗിൾ വേണമല്ലോ. അതാണ് നമ്മൾ ഇവിടെ ഈ തീറ്റ വെച്ച് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഈ R2 തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന O2/1. ഓക്കെ. ആ R2വിനെ റിസോൾവ് ചെയ്യാൻ വേണ്ടി, ഈ ഫോഴ്സിനെ റിസോൾവ് ചെയ്യാൻ വേണ്ടി ആംഗിൾ വേണമല്ലോ. എന്നിട്ട് നമ്മളിത് തീറ്റയായിട്ട് അസ്യൂം ചെയ്തു. ഓക്കെ. ഇനി നമ്മൾ ലോവർ സിലിണ്ടർ എടുത്തേ. അവിടെ എന്തൊക്കെയുണ്ട്? ലോവർ സിലിണ്ടർ വരുന്ന ഇതിവിടെയാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് ഈ RB എന്ന് പറഞ്ഞ ഫോഴ്സ് ഉണ്ട്, പിന്നെ ഇവിടെ R1 ഉണ്ട്, ഈ സെൽഫ് വെയിറ്റ് ഉണ്ട്, R2 ഉണ്ട്. ഓക്കെ. അപ്പം ഈ സെൽഫ് വെയിറ്റും ഈ R1ഉം ഡയറക്റ്റ് വെർട്ടിക്കലാണ്. അപ്പോൾ അതിനെ റിസോൾവ് ചെയ്യേണ്ട. പിന്നെ റിസോൾവ് ചെയ്യേണ്ടത് ഈ RBനെയും R2വിനെയുമാണ് നമുക്ക് റിസോൾവ് ചെയ്യേണ്ടത്. അതായത് ഈ FB കാണിച്ചിരിക്കുന്നതും പിന്നെ ഈ ABയുമാണ് റിസോൾവ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ അതിന് എന്തൊക്കെ വേണ്ടി വരും? സിഗ്മ എഫ് എക്സ് വരുമ്പോൾ ഏതൊക്കെ വരും? സിഗ്മ എഫ് എക്സ് എടുത്ത് നോക്കി. ഹൊറിസോണ്ടൽ ഈ R2വിൻ്റെ ഹൊറിസോണ്ടൽ വരും, പിന്നെ RBയുടെ ഹൊറിസോണ്ടൽ വരും. ആ രണ്ട് ഫോഴ്സാണുള്ളത്. പിന്നെ സിഗ്മ എഫ് ഐ എടുക്കുമ്പോൾ W വരും, പിന്നെ ഈ താഴെ നിന്നുള്ള R1 വരും, പിന്നെ ഈ RBയുടെ വെർട്ടിക്കൽ വരും, പിന്നെ ഈ R2വിൻ്റെ വെർട്ടിക്കലും വരും. കറക്റ്റ് അല്ലേ? ഓക്കെ. നമുക്ക് ഈ R2വിനെ സോൾവ് ചെയ്യാൻ, അതായത് ഈ O1 O2വിനെ സോൾവ് ചെയ്യാൻ വേണ്ടി തീറ്റ നമുക്ക് ഓൾറെഡി ഇവിടുന്ന് കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് ഇവിടെയാണ്. ഓക്കെ. ഈ കാണിച്ചിരിക്കുന്ന ഫോഴ്സ്, അതായത് RB എന്ന് പറഞ്ഞൊരു ഫോഴ്സ്, അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ആംഗിൾ വേണം. അതിന് നമ്മൾ ഇതിനെ ബീറ്റ എന്ന് അസ്യൂം ചെയ്തു. ഓക്കെ. അപ്പോൾ നമുക്ക് തീറ്റയും ബീറ്റയും, ആദ്യം നമുക്ക് ഈ രണ്ട് ഫോഴ്സ് വേണം, തീറ്റ ആൻഡ് ബീറ്റ. തീറ്റയും ബീറ്റയും കിട്ടിയാലേ നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കറക്റ്റ് അല്ലേ? തീറ്റയും ബീറ്റയും കിട്ടിയാലേ ഇതിനെ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതിനാദ്യം നമ്മൾ ഈ ബീറ്റ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഈ ബീറ്റ എങ്ങനെ കിട്ടും എന്നുള്ളതാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ബീറ്റ കിട്ടാൻ വേണ്ടി ഇതിനി എല്ലാവരും ശ്രദ്ധിച്ചോണം. ഈ ആംഗിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. ഇതുവരെ ഉള്ളത് മനസ്സിലായല്ലോ. ഇനി ബീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കും. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ആംഗിൾ 60 ഡിഗ്രിന്ന് തന്നിട്ടുണ്ട്. ഇവിടെ 60 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ എഫില്ലേ, എഫ് താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. എഫ് താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. ഇവിടെ 60 തന്നിട്ടുണ്ട്, 60 ഡിഗ്രി തന്നിട്ടുണ്ട്. ഈ എഫ് താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പം ഈ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. കറക്റ്റ് അല്ലേ? ഇവിടെ 60 ഉണ്ട്, ഇവിടെ 90 ഉണ്ട്. അപ്പം ബാക്കി വരുന്ന ഈ ആംഗിൾ എത്ര ആയിരിക്കും?
ബാക്കി വരുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും? 30 ആയിരിക്കും. കറക്റ്റ് അല്ലേ? ഈ ആംഗിൾ 30, ബാക്കി വരുന്ന ഈ ആംഗിൾ 30, ഈ ആംഗിൾ 30. ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാം? ഈ വരച്ച പെർപെൻഡിക്കുലറിനെയും എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്രയാണുള്ളത്? ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തത്. ടോട്ടൽ 90 ആണല്ലോ, ഇത് പെർപെൻഡിക്കുലറാണ് വരച്ചിരിക്കുന്നത്. ടോട്ടൽ 90. ഈ ആംഗിൾ 30 ഉണ്ടെങ്കിൽ ബാക്കി വരുന്ന ഇതെത്രയായിരിക്കും? 60 ആയിരിക്കും. അതായത് ടോട്ടൽ ഇത് 90 ആണ്, ഇവിടെ 30 ഉണ്ട്, ബാക്കി വരുന്നത് 60. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ആദ്യം നമ്മൾ ഇതിനെ താഴോട്ട് വരച്ചു, അപ്പോൾ 90 പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ 90 ആണ്. ക്വസ്റ്റ്യനിൽ 60 എന്നിട്ടുണ്ട്. സോ ബാക്കി ആംഗിൾ 30 ഡിഗ്രി. ഇനി നെക്സ്റ്റ് ചെയ്യുന്നത് ഈ പെർപെൻഡിക്കുലറിനെയും എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ ടോട്ടൽ ഈ ആംഗിൾ 90 ആണ്, നമുക്കിവിടെ 30 ഇട്ടിട്ടുണ്ട്, അപ്പോൾ ബാക്കി വരുന്നത് 60. ഓക്കെ, ഇനി നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത അതേ പ്രിൻസിപ്പിൾ നോക്കിയും എന്താണ്? ഇങ്ങനെയുള്ള ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇപ്പുറത്ത് വരുന്ന ആംഗിൾ എന്താണ്? അതും തീറ്റ തന്നെയാണ്. ഇന്നലെ പ്രോബ്ലം ചെയ്തതാണ്. അതായത് ഇങ്ങനെ 2 ലൈൻ കട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ആംഗിൾ തീറ്റ ആണെങ്കിൽ അതിന് നേരെ കിടക്കുന്ന ആംഗിളും തീറ്റ ആയിരിക്കും. ആ ഒരു പ്രിൻസിപ്പിൾ ഇവിടെ അപ്ലൈ ചെയ്തേ. ഈ ലൈൻ അതിന് പെർപെൻഡിക്കുലറായി ഈ ലൈൻ കിടപ്പുണ്ട്. ഓക്കെ, ഈ ആംഗിൾ 60. ഇപ്പോൾ സെയിം പ്രൊസീജിയർ എടുക്കുകയാണെങ്കിൽ കണ്ട് ഇവിടെ ആ സെയിം ലൈൻ തന്നെ ഉണ്ട്, അതിന് പെർപെൻഡിക്കുലറായി വേറെ ലൈനുണ്ട്. അപ്പം ഈ ആംഗിൾ 60 ആണെങ്കിൽ ഈ ബീറ്റ ഈസ് ഓൾസോ 60. മനസ്സിലായില്ലേ? ഇവിടെ 60 കിട്ടി, അതുപോലെ തന്നെയാണ് ബീറ്റയും 60 കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇവിടെ ബീറ്റ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് കിട്ടി. കറക്റ്റ് അല്ലേ? ശ്രദ്ധിച്ച് വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് ഒന്നുകൂടെ കാണണം. ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇത് കണ്ടുപിടിച്ച ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കണം, ഞാൻ പറഞ്ഞ് ക്ലിയർ ആക്കി തരാമെന്നോ ഇവിടെ. ഓക്കെ, ആംഗിൾ 60 കിട്ടിയത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? തീറ്റ വേണം. ഇവിടുന്ന് തീറ്റ വേണം. അതിനായിട്ട് നമുക്ക് ഈ ABH എന്നുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ ABH. ഓക്കെ, ഇവിടെ നമുക്ക് നോക്ക്, ഈ ഡിസ്റ്റൻസ് ഉണ്ട്, അതായത് ഈ AH എന്നുള്ള ഡിസ്റ്റൻസ് ഉണ്ട്. അതേതാണെന്ന് മനസ്സിലായോ? A1H അല്ല വേണ്ടത്. ഈ ട്രയാങ്കിൾ ABH എടുത്താൽ ഇതിൻ്റെ കോസ് തീറ്റ എടുത്ത് നോക്ക്. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓക്കെ, കോസ് തീറ്റ ഇസിക്കൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അതായത് BH അല്ലെങ്കിൽ B മാറ്റി ഇവിടെ O2 അല്ലേ, O2H കൊടുക്കാം. O2H ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് O1 O2. ഓക്കെ, ABH എടുത്തു, അതിലെയാണ് B എന്ന് പറയുന്ന O2 തന്നെയാണ്. O2H ഡിവൈഡ് ബൈ O1 O2. കറക്റ്റ് അല്ലേ? ഇതിൽ O1 O2 ഉണ്ട്. എന്താണ് O1 O2? അതായത് 2 സർക്കിളിലെയും സെൻറ്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഈ O1 O2. 2 സർക്കിളിലെയും സെൻറ്റർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് O1 O2. രണ്ടിൻ്റെയും റേഡിയസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഒന്നിന് 80 സെൻറ്റിമീറ്റർ ഡയമീറ്ററും മറ്റേത് 10 സെൻറ്റിമീറ്റർ ഡയമീറ്ററുമാണ്. അപ്പോൾ അതിൻ്റെ പകുതി എടുത്താൽ ഈ ഫുൾ ലെങ്ത് കിട്ടുമല്ലോ. O1 O2 ഉണ്ട്. We have O1 O2 is equal to 9 plus 5, that is 14. O1 O2 ഇതുണ്ട്. അത് 2 സർക്കിളിലെ സെൻറ്റർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഇനി വേണ്ടത് O2H ആണ്. ഓക്കെ, O2H, അതായത് ഈ ഫിഗറിൽ നിന്നും O2H വേണം. O2H നമുക്ക് ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എടുത്താൽ, ഓക്കെ, therefore ടോട്ടൽ ഡിസ്റ്റൻസിൽ നിന്ന് ഈ 2 ഡിസ്റ്റൻസ് കുറയ്ക്കുമ്പോൾ നമുക്ക് ഈ O2H കിട്ടുമല്ലോ. അതായത് ടോട്ടൽ ഡിസ്റ്റൻസിൽ നിന്ന് ഈ 2 ഡിസ്റ്റൻസ് കുറച്ചാൽ ഈ DG എന്ന് പറഞ്ഞ സെൻറ്റർ കിട്ടും. അത് തന്നെയാണ് ഈ O2H. therefore O2H എന്ന് പറയുന്നതാണ് DG. സെയിം ഡിസ്റ്റൻസ് തന്നെയാണ് O2H DG is equal to EJ, അതായത് ടോട്ടൽ ഡിസ്റ്റൻസ് മൈനസ് ED മൈനസ്
GJ ഇങ്ങനെ ഇട്ടു. ഇതിൽ നോക്ക് EJ എന്ന് പറയുന്ന സാധനമുണ്ട്. എന്താണ് EJ? ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. ഗീവൻ EJ എന്ന് പറയുന്ന ടോട്ടൽ ലെങ്ത് 18 സെൻറ്റിമീറ്ററിന് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. ദെൻ ഈ GJ ഉണ്ട്. GJ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഈ സെൻറ്ററും അതായത് അപ്പർ സിലിണ്ടർ സെൻറ്ററും ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അതായത് ഇതിൻ്റെ എന്താണ് റേഡിയസ് ആണ്. ഓക്കെ, അപ്പം GJ ഉണ്ട്. GJ എന്താ? GJ ഉണ്ട്. GJ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇവിടെ വരുന്ന ഡിസ്റ്റൻസ് ആണ്. അതായത് അപ്പർ സിലിണ്ടറിൻ്റെ റേഡിയസ് ആണ്. അപ്പർ സിലിണ്ടർ റേഡിയസ് എന്ന് പറഞ്ഞാൽ 5 ആണ്. ഓക്കെ, അപ്പം ഇത് 5 സെൻറ്റിമീറ്റർ ഉണ്ട്. ഇനി നമുക്ക് EDയും കൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് OT വെച്ച് കിട്ടും. അവിടെ നമുക്ക് തീറ്റ കണ്ടുപിടിക്കാം. ഇനി ED കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പാണ് നോക്കുന്നത്. ഓക്കെ, ED എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഡിസ്റ്റൻസ് ആണ്. എല്ലാവരും ശ്രദ്ധിച്ച് നോക്കണം. ED എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന, നിങ്ങൾക്ക് ഐഡിയ തോന്നുന്ന ഏതെങ്കിലും ഒരു പ്രൊസീജിയർ ഉപയോഗിച്ച് ED കണ്ടുപിടിക്കാം. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, ഞാൻ കുറേ ആലോചിച്ചപ്പോൾ ഇതാണ് കിട്ടിയത്. നമ്മൾ ഈയും ഈ 2 പോയിന്റൂടെ കണക്ട് ചെയ്തു. ഈ 2 പോയിന്റൂടെ കണക്ട് ചെയ്തു. ഓക്കെ, കറക്റ്റാണല്ലോ. ഇപ്പം നമുക്ക് 2 ട്രയാങ്കിൾ കിട്ടി. ഓക്കെ, 2 ട്രയാങ്കിൾ കിട്ടി. ഈ ടോട്ടൽ ആംഗിൾ 60 ഉണ്ട്. അവിടെ നമ്മൾ ED ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെ നോക്ക്, ഈ 2 ട്രയാങ്കിളും, അതായത് ട്രയാങ്കിൾ O2 അല്ലെങ്കിൽ പോലെ EO2Fഉം ട്രയാങ്കിൾ EO2Dയും, ഈ 2 ട്രയാങ്കിൾ ഇട്ടല്ലോ. EO2Fഉം EO2D എന്നും പറഞ്ഞ 2 ട്രയാങ്കിളുണ്ട്. ഈ 2 ട്രയാങ്കിളും കൺകറന്റ് ട്രയാങ്കിൾ ആണ് തെളിയിക്കാൻ പോവാം. കൺകറന്റ് ട്രയാങ്കിൾ. ഓക്കെ, ഈ 2 ട്രയാങ്കിൾ കൺകറന്റ് ട്രയാങ്കിൾ ആണ് തെളിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുമെന്നറിയോ? ഈ 2 ആംഗിൾ സെയിം ആണെന്ന് കിട്ടും. ഈ 2 ആംഗിൾ സെയിം ആണെന്ന് കിട്ടിയാൽ നമുക്ക് ഇവിടുത്തെ ഈ ആംഗിൾ കിട്ടും. ഈ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ED സുഖമായിട്ട് കണ്ടുപിടിക്കാം. കോസ് തീറ്റ എടുത്താൽ മതി. കോസ് തീറ്റ എടുത്തു കഴിഞ്ഞാൽ ടാൻ തീറ്റ എടുത്താൽ മതി. ടാൻ തീറ്റ എടുക്കുമ്പോൾ ഈ സൈഡ് കിട്ടുമല്ലോ. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻറ്റ് സൈഡാണ്. അഡ്ജസ്റ്റൻറ്റ് സൈഡിന് ഇതുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ അപ്പർ സൈഡ് അല്ല, വലിയ സർക്കിളിൻ്റെ റേഡിയസ് ആണ് ഇത്. ഓക്കെ, അതേ ബൈ ഓപ്പോസിറ്റ് സൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ലെങ്ത് കിട്ടും. ഈ തീറ്റ കണ്ടുപിടിച്ചാൽ. ഓക്കെ, അപ്പം ഇത് കൺകറന്റ് ആണ് തെളിയിക്കാൻ പോവാണ്. കൺകറന്റ് ട്രയാങ്കിൾ ആണെങ്കിൽ RHS പ്രൂവ് ആവണം. അതായത് ഒരു റൈറ്റ് ഹാൻഡ് സൈഡ്, ഒരു റൈറ്റ് ആംഗിൾ കാണണം. 2 ട്രയാങ്കിളും സെയിം ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കണം. രണ്ടും ഷെയർ ചെയ്യുന്നത്. പിന്നെ സെയിം ലെങ്ത് ഉള്ള 2 സൈഡും കാണണം. അതാണ് കൺകറന്റ് ട്രയാങ്കിൾ കൊണ്ട് പറയുന്നത്. അപ്പം ഇത് നോക്ക്, ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിള് 90 ആണ്. ഇതും ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിള് 90 ആണ്. അപ്പം റൈറ്റ് ആംഗിൾ പ്രൂവ് ആയി. ഇനി ഹൈപ്പോട്ടന്യൂസ്, രണ്ടും ഷെയർ ചെയ്യുന്നത് സെയിം ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓക്കെ, അതും ഓക്കെ ആയി. ഇനിയുള്ളത് സൈഡാണ്. ഓക്കെ, ഇതാണ് 2 സൈഡ്. FBയും BDയും. FBയും BDയുമാണ് 2 സൈഡ്. ഓക്കെ, ഈ FB എന്ന് പറയുന്നത് എന്താണ്? സെയിം ഇതിൻ്റെ റേഡിയസ് തന്നെയാണ്. ഈ വരുന്ന സർക്കിളിൻ്റെ റേഡിയസ് ആണ് ഈ FB. സെയിം റേഡിയസ് തന്നെയാണ് BDയും. ഓക്കെ, അപ്പം BDയും ഈക്വൽ ടു FB തന്നെയാണ്. ഓക്കെ, കൺഫ്യൂഷൻ ഇല്ലല്ലോ. അപ്പം ഇത് RHS പ്രൂവ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് എഴുതാം EO2F ഈസ് കോൺഗ്രന്റ് ടു EO2D. EO2F ഈക്വൽ ടു EO2D എന്ന് കിട്ടി. ഇങ്ങനെ ആയതുകൊണ്ട് ഇനി നമുക്കിതിൽ CPCT പ്രിൻസിപ്പിൾ പ്രൊസീഡ് ചെയ്യാം. അതായത് കൺകറന്റ് പാർട്ട് ഓഫ് കോൺഗ്രുവന്റ് ട്രയാങ്കിൾ. ഇതാണ് CPCT. അങ്ങനെയാകുമ്പം ഈ 2 ആംഗിളും സെയിം ആണെന്ന് എഴുതാൻ പറ്റും. ആംഗിൾ EO2F ഈസ് ഈക്വൽ ടു ആംഗിൾ EO2D എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ,
ഇങ്ങനെ എഴുതാൻ പറ്റും. ഇങ്ങനെ എഴുതുമ്പോൾ ഈ രണ്ട് ആംഗിളും സെയിം ആവണമെങ്കിൽ ഇത് 30ഉം ഇത് 30ഉം ആയിരിക്കും. അങ്ങനെയാണെങ്കിലല്ല 60 ആവത്തുള്ളൂ. ടോട്ടൽ ആംഗിൾ 60 ഉണ്ട്. അപ്പോൾ 30 എടുത്തു. ദാറ്റ് ഈസ് 30 ഡിഗ്രി കിട്ടും. 30 ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പഴയ പോലെ ഈ ED കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ട്രയാങ്കിൾ എടുക്കുക. ഈ O2D കൺസിഡറിങ് ട്രയാങ്കിൾ ഈ O2D ഈ O2D എന്ന കാണാൻ പറ്റുന്നുണ്ടോ? ഈ O2D എന്ന് പറഞ്ഞ ട്രയാങ്കിളാണ് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കോസ് തീറ്റ ടാൻ തീറ്റ എടുത്തു കഴിഞ്ഞാൽ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ED ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് O2D. O2D ഉണ്ട്, അതായത് വലിയ സർക്കിളിൻ്റെ റേഡിയസ് ആണ്. therefore ED is equal to O2D into tan theta. തീറ്റ ഉണ്ട് 30, O2D ഉണ്ട്. ഇതിൻ്റെ റേഡിയസ്, അതായത് വലിയ സർക്കിളിൻ്റെ ഡയമീറ്റർ 18 ആണ്. അപ്പോൾ അതിൻ്റെ റേഡിയസ് 9. ED is equal to O2D 9 into tan 30. That is equal to 5.196 സെൻറ്റിമീറ്റർ കിട്ടും. 5.196 സെൻറ്റിമീറ്റർ ആയിട്ട്. ഓക്കെ, അപ്പം ED 5.196 കിട്ടി. ഇനി നമ്മൾ ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ, ബാക്കിയെല്ലാം ഉണ്ട്. therefore O2H എന്താണ്? EJ ഉണ്ട് 18 മൈനസ് ED ഇപ്പോൾ കിട്ടി 5.196 മൈനസ് 5. ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് 7.804 സെൻറ്റിമീറ്റർ കിട്ടും. 7.804 സെൻറ്റിമീറ്റർ. ഓക്കെ, അതെന്താ കിട്ടിയേ? O2H എന്നുള്ള ഡിസ്റ്റൻസ് കിട്ടി. O2H എന്നുള്ള ഡിസ്റ്റൻസ് കിട്ടി. കറക്റ്റ് അല്ലേ? ഈ കോസ് തീറ്റയിലെ O2H കിട്ടി. therefore cos theta is equal to O2H divided by over O2, that is equal to 7.804 divided by over O2 14 ആണ്. അപ്പോൾ നമുക്ക് cos theta is equal to 7.804 by 14 കിട്ടും. therefore theta is equal to 56.12 ഡിഗ്രി കിട്ടും. ഇത് സോൾവ് ചെയ്യുമ്പോൾ. ഓക്കെ, തീറ്റ കിട്ടി. ഇനി എന്താണ്? തീറ്റ കിട്ടിയല്ലോ, ഇനി നമുക്ക് ഇതിനെ റിസോൾവ് ചെയ്യാൻ പറ്റും. തീറ്റയും കിട്ടി, ബീറ്റയും കിട്ടിയിട്ടുണ്ട്. ഇനി റിസോൾവ് ചെയ്യാം. ഈ തീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ കുറച്ച് കുറുക്ക് വിദ്യ കൺകറന്റ് ട്രയാങ്കിളൊക്കെ എടുത്ത് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് സാധാ പ്രോബ്ലം സോൾവ് ചെയ്യാം. തീറ്റയും കിട്ടിയിട്ടുണ്ട്, എല്ലാം ഉണ്ട്. ഇനി സാധാ ചെയ്യുന്ന പോലെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് കൺസിഡർ അപ്പർ സിലിണ്ടറിനെ കൺസിഡർ ചെയ്യുക. അപ്പർ സിലിണ്ടർ നമ്മൾ എടുത്ത് വരയ്ക്കും. അപ്പർ സിലിണ്ടർ വരയ്ക്കുന്നു. ചെറിയ സിലിണ്ടർ ഉണ്ട്, അതിനൊരു സെൽഫ് വെയിറ്റ് ഉണ്ട് Q താഴോട്ട്. എത്രയത്? 15 ന്യൂട്ടൺ തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇങ്ങോട്ടൊരു റിയാക്ഷൻ ഉണ്ട്, അതായിരുന്നു നമ്മൾ R എന്ന് വിളിച്ച്. പിന്നെ ഇങ്ങോട്ടും ഒരു റിയാക്ഷൻ ഉണ്ട്, അതിനെ നമ്മൾ R2 എന്ന് വിളിച്ചായിരുന്നു. ഓക്കെ, കറക്റ്റല്ലേ? ഇനി ഇതിൻ്റെ എല്ലാം ആംഗിൾസും ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇത് മേക്ക് ചെയ്യുന്ന ആംഗിളുണ്ട്. ഇനി നമുക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കാം. സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ. ഓക്കെ, ഇനിയും ഇതിനെ റിസോൾവ് ചെയ്യണമല്ലോ. അപ്പം സിഗ്മ
ഇവിടെ റിസോൾവ് ചെയ്യേണ്ട കമ്പോണന്റ് ഏതാണ്? R2 മാത്രമേ റിസോൾവ് ചെയ്യേണ്ടതുള്ളൂ. ക്യൂവും ആറേയും ഹൊറിസോണ്ടലും വെർട്ടിക്കലാണ്. അപ്പോൾ അതിനെ റിസോൾവ് ചെയ്യേണ്ട. R2നെ മാത്രം റിസോൾവ് ചെയ്യാം. അപ്പോൾ റിസോൾവിങ് R2. R2 ഇങ്ങനെയാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ റിസോൾവ് ചെയ്യുമ്പം ഇങ്ങനെ 2 ഫോഴ്സ് വരും. ഇനി ഇവിടെ R2 മേക്ക് ചെയ്യുന്ന ആംഗിൾ എവിടെയാണ്? ഈ ഫിഗറിൽ നോക്ക്. R2 എന്ന് പറയുന്നത് ഈ O1 O2 തന്നെയാണ് R2 വന്നിരിക്കുന്നത്. ഓക്കെ, അത് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഹൊറിസോണ്ടലുമായിട്ടാണ് തീറ്റ മേക്ക് ചെയ്യുന്നത്. അപ്പം ഇവിടെ R2 ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണ്. അപ്പോൾ ഇത് R2 ആണെങ്കിൽ ഇത് R2 കോസ് തീറ്റ ആവും, ഇത് R2 സൈൻ തീറ്റ ആവും. ഓക്കെ, R2നെ റിസോൾവ് ചെയ്തല്ലോ. ഇനിയും ഫോഴ്സ് ആക്ടിങ് ഹൊറിസോണ്ടലി എടുക്കും നമ്മൾ. അപ്പോൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്താണ്? സിഗ്മ Fx = 0 എന്നുള്ള ഇക്വിലിബ്രിയം കണ്ടീഷൻ പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി സിഗ്മ Fx = ഹൊറിസോണ്ടൽ ഏതൊക്കെയുണ്ട്? ഇവിടെ ആറെ നമ്മൾ പോസിറ്റീവായിട്ട് എടുത്തു, ആറ്. അപ്പോൾ പിന്നുള്ളത് ഈ R2വിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആണ്. അത് നേരെ തിരിച്ചാണ് ഡയറക്ഷൻ. അപ്പോൾ -R2 cos theta = 0, which implies RA = R2 cos theta എന്ന് കിട്ടും. ഇവിടെ നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താ? ഇതൊന്നും നമ്മുടെ ഇല്ല, തീറ്റ മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മളിനിയും അടുത്ത ഫോഴ്സ് എല്ലാം വെർട്ടിക്കൽ ഡയറക്ഷൻ എടുക്കാം. ഫോഴ്സ് ആക്ടിങ് വെർട്ടിക്കലി. അപ്പം സിഗ്മ Fi = 0 എടുക്കണം. അപ്പോൾ സിഗ്മ Fi ഒക്കെ എന്തൊക്കെയുണ്ട്? Q താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ R2വിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ് ഉണ്ട്. അതായത് നമ്മൾ Q പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ R2 നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ അത് -R2 സൈൻ തീറ്റ = 0. Q ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 15 -R2 × സൈൻ തീറ്റ നമുക്ക് കിട്ടിയല്ലോ. തീറ്റ കിട്ടി എത്രയായിരുന്നു? 56.12 കിട്ടി. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സൈൻ 56.12 = 0. Therefore R2 = ഇതിനപ്പുറത്ത് 15 ഡിവൈഡ് ബൈ സൈൻ 56.12 = 18.07 Nm R2. ഓക്കെ, ക്ലിയർ അല്ലേ? ഇപ്പം ഇവിടെ R2 ഉണ്ട്. Therefore R എന്താണ്? R2 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 18.07 × cos തീറ്റ ഉണ്ട് 56.12. R നമുക്ക് സോൾവ് ചെയ്യുമ്പം 10.07 Nm കിട്ടും. ഓക്കെ, ക്ലിയർ ആയല്ലോ? താഴത്തെ ഫസ്റ്റ് സിലിണ്ടർ കഴിഞ്ഞു, മേളിലത്തെ. ഇനിയും കൺസിഡർ ലോവർ സിലിണ്ടർ. താഴത്തെ സിലിണ്ടർ എടുക്കുക. താഴത്തെ സിലിണ്ടർ വരച്ചേ. അതായത് ബിഗ് സിലിണ്ടർ ഇത് വരയ്ക്കുമ്പോൾ സിലിണ്ടർ ഉണ്ട്, അതിന് സെൽഫ് വെയിറ്റ് ഉണ്ട്. W = 45 N തന്നിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്ന R2 ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്ന RB ഉണ്ട്. പിന്നെ നേരെ താഴോട്ട് R1 ഉണ്ട്. സോറി, ഈ RB ഇങ്ങനെയല്ല, RB നേരെ അല്ലല്ലോ, ഇൻക്ലൈൻഡ് ആയിട്ട് കിടക്കുന്ന സർഫസിലല്ല ഈ ആംഗിൾ ഈ RB വരുന്നത്. അപ്പം RB ശരിയാണ് ഉള്ളത്. ഓക്കെ, RB ഇത്രയും ഫോഴ്സാണ് ഉള്ളത്. ഇനി ഇവിടെ ഏതൊക്കെ റിസോൾവ് ചെയ്യണം? ഈ W-ഉം R1-ഉം മാത്രമേ ഉള്ളൂ നേരെയുള്ള ഫോഴ്സ്. ഈ R2-ഉം RB-യും റിസോൾവ് ചെയ്യണം. അപ്പം ഇവിടെ സിഗ്മ Fx എടുക്കുമ്പോൾ ഏതൊക്കെ വരും? സിഗ്മ Fx എടുക്കുമ്പോൾ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് വേറെ ഒന്നുമില്ല, RB-യുടെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും വരും, R2-ൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് വരും. കറക്റ്റല്ലേ?
സിഗ്മ എഫ് ഐ എടുക്കുമ്പോഴോ R1 വരും. ഓക്കെ, ഈ W വരും. പിന്നെ R2ൻ്റെയും RBയുടെയും വെർട്ടിക്കൽ കമ്പോണൻറ്റ്, RBയുടെ വെർട്ടിക്കലും R2ൻ്റെ വെർട്ടിക്കലും ഇത്രയും കമ്പോണൻറ്റ് വരും. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് RBയും R2ഉം റിസോൾവ് ചെയ്യണം, വെർട്ടിക്കലും ഹൊറിസോണ്ടലും കണ്ടുപിടിക്കാൻ. ഓക്കെ, ആദ്യം നമ്മൾ R2 മറ്റേത് റിസോൾവ് ചെയ്ത പോലെ തന്നെ R2 സിമ്പിളായിട്ട് റിസോൾവ് ചെയ്യാം. റിസോൾവിങ് R2 എങ്ങനെയാണ്? R2 ഇവിടെ ആക്ട് ചെയ്യുന്ന നേരെ തിരിച്ചാണ്. R2 ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ നേരത്തെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് R2 കോസ് തീറ്റയും ഇത് R2 സൈൻ തീറ്റയും കിട്ടും. ഓക്കെ, ഇനിയും റിസോൾവിങ് RB. RB എങ്ങനെയാണ് പോകുന്നത്? ഇങ്ങനെയാണ് പോയിരിക്കുന്നത്. ഓക്കെ, RB എങ്ങനെയാണ് മേക്ക് ചെയ്തിരുന്ന ആംഗിളാണ് തന്നിരുന്നത്? ഹൊറിസോണ്ടലായിരുന്നു. ഇനിയും എന്താണ് RBയെ റിസോൾവ് ചെയ്യാൻ പോവുകയാണ്. RB ഇങ്ങോട്ടുണ്ട്. RB ഏത് ആംഗിൾ എവിടെയായിട്ടാണ് മേക്ക് ചെയ്യുന്നത്? നോക്ക്, ഇതാണ് RB വെർട്ടിക്കലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളായിരുന്നു നമുക്ക് ബീറ്റ കിട്ടിയത്. ഓക്കെ, അപ്പം ഈ RB വെർട്ടിക്കലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് നമുക്ക് ബീറ്റ കിട്ടിയത്. ഓക്കെ, കിട്ടാണല്ലോ. അപ്പം വെർട്ടിക്കലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ബീറ്റ. അപ്പോൾ ഇത് RB കോസ് ബീറ്റയും കിട്ടും, ഇത് RB സൈൻ തീറ്റയും കിട്ടും, സൈൻ ബീറ്റയും കിട്ടും. ഓക്കെ, ഇനി നമ്മൾ സിഗ്മ FS = 0 എന്നുള്ള കണ്ടീഷൻ എടുക്കണം. ഓക്കെ, ഇവിടെ ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ഈ രണ്ട് കമ്പോണൻറ്റേ ഉള്ളൂ. അപ്പം ഇവിടെ R2 കോസ് തീറ്റയാണ് നമ്മൾ പോസിറ്റീവ് എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഡയറക്ഷൻ ലെഫ്റ്റിലോട്ടും ഇതിൻ്റെ ഡയറക്ഷൻ റൈറ്റിലോട്ടും ആയിരിക്കും. അപ്പോൾ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. R2 കോസ് തീറ്റ പോസിറ്റീവ് എടുത്തെങ്കിൽ മൈനസ് RB സൈൻ ബീറ്റ = 0 എന്ന് കിട്ടും. നമുക്ക് നേരത്തെ ഉള്ളതിൽ R കിട്ടിയിട്ടുണ്ട് 18.07 എന്ന്. ഓക്കെ, അത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 18.07 ഇൻറ്റു കോസ് തീറ്റ ഉണ്ട് 56.12 മൈനസ് RB ഇൻറ്റു സൈൻ ബീറ്റ ഉണ്ട് 60, സൈൻ 60 = 0. ഓക്കെ, ഡൗട്ടില്ലല്ലോ. ഇവിടുന്ന് നമുക്ക് therefore RB = ഇതിനെ സോൾവ് ചെയ്യുമ്പം 11.63 ന്യൂട്ടൺ കിട്ടും. നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കണം കാൽക്കുലേറ്റർ കേട്ടോ, ഇത് തന്നെയാണോ കിട്ടുന്നതെന്നേ. കാൽക്കുലേറ്റർ സോൾവ് ചെയ്ത് നോക്കണേ. ഇനിയും സിഗ്മ ഇനി എന്താണ് എടുക്കേണ്ടത്? FI എടുക്കണം. ഓക്കെ, സിഗ്മ FY = 0 എന്നുള്ള കണ്ടീഷൻ എടുക്കണം. സിഗ്മ FI = 0 ഏതൊക്കെയുണ്ട്? ഇവിടെ ഈ രണ്ട് ഫോഴ്സ് ഉണ്ട്, R1 ഉണ്ട്, W ഉണ്ട്, പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും വെർട്ടിക്കൽ കമ്പോണൻറ്റും ഉണ്ട്. ഓക്കെ, ഇവിടെ നോക്ക്, ഇവിടെ നമ്മൾ മുകളിലോട്ടുള്ളത് പോസിറ്റീവ് എടുക്കുക. അപ്പോൾ R1 പോസിറ്റീവ് കിട്ടും, ഈ RB കോസ് ബീറ്റ പോസിറ്റീവ് കിട്ടും. നേരെ ഓപ്പോസിറ്റുള്ള ഡയറക്ഷനാണ് W R2 സൈൻ തീറ്റ. അപ്പോൾ രണ്ട് പോസിറ്റീവും രണ്ട് നെഗറ്റീവും ഉള്ള കമ്പോണൻസ് കിട്ടും. ഓക്കെ, അതായത് സിഗ്മ FI = R1 പ്ലസ് RB കോസ് ബീറ്റ മൈനസ് W മൈനസ് R2 സൈൻ തീറ്റ = 0 എന്ന് കിട്ടും. ഓക്കെ, ഈ ഫിഗറിൽ നിന്ന് ഇനി നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇവിടുന്ന് R1 മാത്രം നമുക്ക് കിട്ടിയാൽ മതി, ബാക്കിയെല്ലാം ഉണ്ട്. R1 പ്ലസ് RB നമുക്ക് നേരത്തെ കിട്ടിയിരുന്നു 11.63 ഇൻറ്റു കോസ് ബീറ്റ ഉണ്ട് 60 മൈനസ് W ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് 45 മൈനസ് R2 നമുക്ക് കിട്ടിയിരുന്നു 18.07 ഇൻറ്റു സൈൻ തീറ്റ ഉണ്ട് 56.12 = 0. ഇതിനെ റിസോൾവ് ചെയ്യുമ്പം R1 എന്ന് പറഞ്ഞാൽ 54.19 ന്യൂട്ടൺ കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാം കിട്ടി. എല്ലാം കൂടെ ഒന്ന് എടുത്തെഴുതണം. RA = 10.07, RB = 11.63,
R1 is equal to 54.19 and R2 is equal to 18.07. ഇത്രയാണ് കിട്ടിയത്. ഓക്കെ, പ്രോബ്ലം ഇച്ചിരി ടഫാണ്. എല്ലാവരും ഒന്ന് ഒരു 2 വട്ടമെങ്കിലും ഇത് കാണണം, എന്നാലേ മനസ്സിലാകത്തുള്ളൂ. എന്നിട്ടും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഓക്കെ.